Good afternoon. Today we are going to discuss the spin orbit interaction. And the spin orbit interaction based on time independent perturbation theory. അപ്പം നമുക്ക് പറയാം ഒരു ആറ്റത്തിൽ ഇതിൻ്റെ സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇ പ്ലസ് ചാർജ്. അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുവാണ്. അപ്പോഴത്തേന് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ. ഈ ഓർബിറ്റും സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓർബിറ്റൽ മോഷനും ഉണ്ട്. ഈ ഇലക്ട്രോണിന് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സിസ് ഉള്ള സ്പിൻ മോഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഓർബിറ്റൽ മോഷൻ പ്ലസ് ഒരു അഡീഷണൽ സ്പിൻ മോഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കൂളോംബിക് ഫീൽഡ് അല്ലെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ആക്ച്വലി അപ്ലൈ ചെയ്യുന്നുണ്ട്. ലെറ്റ് വി ഓഫ് ആർ ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ atom or molecule that produced here, and ഇതൊരു വി ഓഫ് ആർ ഇതിന് ചുറ്റും അസ്യൂം ചെയ്യുമ്പോൾ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് സ്പെറിക്കലി സിമെട്രിക്. ഇതിന് ചുറ്റും ഒരു സ്പിയർ ഷേപ്പിലായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ ഫീൽഡ് എന്ന് പറയും. അങ്ങനെ ഒരു വി ഓഫ് ആർ അതിന് ചുറ്റും ഉണ്ട്. അതുപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു ഹിയർ ദർ ഈസ് എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്പിൻ ആൻഡ് orbital motion. നമുക്കറിയാം L is the orbital angular momentum and S is the spin angular momentum or spin. Then the interaction or spin orbit interaction can be represented in terms of the Hamiltonian. Let H is the Hamiltonian, that we know that. The Hamiltonian due to spin orbit interaction, that we can write it as HSO. Here, HSO is equal to 1 by 2 m square c square into 1 by r into dv by dr. This is the expression for the Hamiltonian due to the spin orbit interaction. 1 by 2 m square c square into 1 by r into dv by r. അവിടെ v എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ആണ്. Rate of change of position with respect to time, potential with respect to time, into 1 by r. ഏത് ഡിസ്റ്റൻസിലാണോ നമ്മൾ ആ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് അപ് ടു ദാറ്റ് പോയിന്റ്. ദെൻ 1 by 2 m square c square. നമ്മളുടെ ഇലക്ട്രോൺ ആണ് ഓർബിറ്റൽ മോഷൻ എങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് m is the mass, c is the velocity. അപ്പോൾ നമുക്കറിയാം അതിന്റെ വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇനി the HSO is actually represented as theta of r into L dot S. Abam, sorry, here, this is the value of theta of r. Then here there is also L dot S. That is equation number 1. This is the Hamiltonian or spin orbit coupling or interaction. Spin orbit interaction മൂലമുള്ള ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് സീറ്റ ഓഫ് ആർ ഇൻറ്റു എൽ ഡോട്ട് എസ് ആയിരിക്കും. അവിടുത്തെ സീറ്റ ഓഫ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 1 by 2 m c square. That means സീറ്റ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 by 2 m square c square ഇൻറ്റു 1 by r ഇൻറ്റു dv by dr. That is the സീറ്റ ഓഫ് ആർ. ഇനി നമുക്ക് വി കണ്ടുപിടിക്കാം. ഈ വി കണ്ടുപിടിച്ചാൽ ഡി വി ബൈ ഡി ആർ കാണാം അല്ലേ. സീറ്റായോസ് ആറിനകത്ത് ഒരു ഡി വി ബൈ ഡി ആർ ഉണ്ട്. അപ്പോൾ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 1 by 4 pi epsilon 0 q by r ആണ്. q1 q2 by r ആണ്. സോ മൈനസ് 1 by 4 pi epsilon 0 ഇസഡ് ആറ്റോമിക് നമ്പർ ആണെങ്കിൽ ഇസഡ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r. ഇവിടെ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വി വാണ്ട് ടു ഗീവ് എ നെഗറ്റീവ് സൈൻ ദിയർ. Then we can take the derivative dv by dr is equal to 1 by r. That means r raised to minus 1. So
d by dr of r raised to minus 1 is equal to minus 1 into r raised to minus 2. That is equal to minus 1 by r square. That is equal to dv by dr is equal to minus z square. Negative plus by 4 pi epsilon 0 r square. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ ഡി വി ബൈ ഡി ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് 1 by 2 into 4 8 pi epsilon 0 m square c square theta of r into z square by ഒരു r ഇവിടെ ഉണ്ടല്ലേ, ഇപ്പം ഇവിടെ ഒരു r square into 1 by r cube എഴുതും. അത് theta of r ആണെങ്കിൽ നമുക്ക് ഇവിടെ theta of r-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in this equation. Then h of SO, Hamiltonian due to spin orbit interaction, is equal to z square divided by 8 pi epsilon 0 m square c square into L dot S by R cube. That is equation number 3. That is equation number 3. ഇവിടെ നമ്മൾ പറയുന്നു സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ഇനി നമുക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ കാണും. ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് എനി സിസ്റ്റം എന്ന് പറയുന്നത് എച്ച് ആണ് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു H0, അതായത് വിത്തൗട്ട് എനി പെർട്ടർബേഷൻ പ്ലസ് ഇവിടെ പെർട്ടർബേഷൻ ഉണ്ടാകുന്നത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എച്ച് ഓഫ് SO എന്ന് എഴുതും. That is the total Hamiltonian, and that is equal to H is equal to H0 plus this value Z square by 8 pi epsilon 0 m square c square L dot S by R cube. That is taken as equation number 4. Now you obtain the solution. H എന്ന് പറയുന്ന total Hamiltonian value നമുക്ക് കിട്ടി. Spherical body എടുത്തു, അതിൻ്റെ HSOയുടെ വാല്യൂ എടുത്തു, theta of r L dot S ആണ്, theta of r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൽ ഡി വി ബൈ ആർ ഡി ആർ ഉണ്ടായിരുന്നു, ആ പൊട്ടൻഷ്യൽ നമ്മൾ എടുത്തു, ആ പൊട്ടൻഷ്യൽ ഡെറിവേറ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈനലി ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഹാമിൽട്ടോണിയൻ. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തൊരു എൽ ഡോട്ട് എസ് ഉണ്ട്. ഈ എൽ ഡോട്ട് എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്കറിയാം J is equal to L plus S. A is equal to L plus S. And when we squaring J square is equal to L square plus S square plus 2L dot S plus 2L dot S. അപ്പോൾ നമുക്ക് അതിനകത്ത് എൽ ഡോട്ട് എസ് എന്ന് പറയുമ്പം ജെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു 2L dot S. That is equal to L dot S is equal to J square minus L square minus S square by 2. That is equation number 5 ആണെങ്കിൽ 5 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ കിട്ടും. H is equal to H0 plus Z square by 8 pi epsilon 0 m square c square J square minus L square minus S square by 2 into this R cube. 2R cube, that is equation number 6. ഇപ്പം നമ്മുടെ ഒരു ദൗത്യം തീർന്നു അല്ലേ. നമുക്കതിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ടോട്ടൽ ഹാമിൽട്ടോണിയൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും നമ്മുടെ വേവ് ഫംഗ്ഷനെ. അല്ല ഇവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണെങ്കിൽ ജെയിനെ എല്ലിനെ എസിനെ ഓവർകം നമ്മൾ ഈ എച്ച് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഐഗൻ വാല്യൂ അല്ലെ ഇവിടെ എച്ചിൻ്റെ ഐഗൻ വാല്യൂ എനർജി നമുക്ക് കണ്ടുപിടിക്കും. അതും കൂടെ ചെയ്താൽ ഈ പാർട്ട് പൂർത്തിയാവും. അപ്പം ഈ H0 എന്ന് പറയുന്നത് നമുക്കറിയാം എന്നും എല്ലും ഫോർ എ ഗിവൺ എൻ ആൻഡ് L0 H0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു അൺപർട്ടേബ്ഡ് കേസാണ്. H0 അൺപർട്ടേബ്ഡ് കേസ്. ഇനി
നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെയും എല്ലും എസ് സ്ക്വയറും എസ്സും ഉണ്ടല്ലേ. അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെ ഈസ് ഈക്വൽ ടു എയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെ ഇൻറ്റു ജെ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് കിട്ടുന്നു അതിൻ്റെ ടേം എന്ന് പറയുന്നത്. അല്ല, റൂട്ട് ഓഫ്. അപ്പം ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് കിട്ടുന്ന കിട്ടും. സോ ഇവിടെ നമുക്ക് ജെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ മൈനസ് എസ് സ്ക്വയറിൻ്റെ വാല്യൂവിനെ ജെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഈ ടേമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ. ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ വരും ബിക്കോസ് ജെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ റൂട്ടിന് പുറത്ത് എച്ച് കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ. സിമിലർ വേ ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഫോർ ആർ ക്യൂബ്. ഡിനോമിനേറ്റർ ഒരു ആർ ക്യൂബ് ഉണ്ട്. ആൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ആർ ക്യൂബ് 1/r ക്യൂബ്. നമ്മളത് ഇതിൻ്റെ യൂണിറ്റ് നമ്പർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഇതിനകത്ത് പഠിക്കുന്നതാണ്. ഇസഡ് ആണ് ആറ്റോമിക് നമ്പർ എങ്കിൽ 2z ക്യൂബ് ഡിവൈഡഡ് ബൈ n ക്യൂബ് a0 ക്യൂബ്. a0 എന്ന് പറയുന്നത് ബോർ റേഡിയസ് ഇൻറ്റു എൽ പ്ലസ് വൺ ഇൻറ്റു 2l+1. അപ്പം നമുക്ക് എന്നാ ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനെ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 6 കൊടുക്കാം. ഇതിനെ വേണേൽ എന്നും ഇതിനെ ബിന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ചിലോട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഐഗൻ വാല്യൂ കിട്ടും. അപ്പോൾ എച്ചിന് പകരം ഇ ഓഫ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു 2z ക്യൂബ് ഉണ്ട്. z ക്യൂബ് ഇൻറ്റു z റേസ് ടു 4 e സ്ക്വയർ h ഹെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0. അതായത് ഈ ഒരു ടേമിൻ്റെ കേട്ടോ, ഇതിൻ്റെ മാത്രം നമ്മളിപ്പോൾ എഴുതി h ഈസ് ഈക്വൽ ടു h0 പ്ലസ് HSOയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ m സ്ക്വയർ c സ്ക്വയർ a0 ക്യൂബ് ഉണ്ട്, a0 ക്യൂബ്, ഇവിടെ ഒരു n ക്യൂബ് ഉണ്ട്, l ഇൻറ്റു എൽ പ്ലസ് വൺ, ഇവിടെ a ക്യൂബ് ഇൻറ്റു l ഇൻറ്റു എൽ പ്ലസ് വൺ ഇൻറ്റു 2l+1 ഇൻറ്റു 2l+1. ന്യൂമറേറ്ററിൽ ഇത് ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂ ന്യൂമറേറ്ററിൽ ഉണ്ടല്ലേ, പിന്നെ 2z ക്യൂബോട് വരും. അപ്പം നമ്മൾ ഇസഡിൻ്റെ ഇത് കൊടുത്തു. ഇനി ജെ ഇൻറ്റു ജെ പ്ലസ് വൺ, ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ. That is z raised to 4 e square h head square divided by 8πε0 m square c square s0 cube into n cube l into l+1 into 2l+1. This is the spin orbit energy. ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ എഴുതിയാൽ നമ്മളുടെ ആക്ച്വലി കാൽക്കുലേഷൻ ചെയ്യും. That is the energy eigen value of the spin orbit coupling. ഇനി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്പിൻ ഓർബിറ്റൽ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു എം ജെ. എം ജെനെ ആശ്രയിക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഹാസ് 2j+1 വാല്യൂ ഓഫ്, ഇറ്റ് ഹാസ് 2j+1 വാല്യൂ ഓഫ് ഡിജനറസി. എന്നിട്ട് നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റിന്റെ ടേമിലേക്ക് ഈ ഇ എസ് ഒനെ ഡിഫൈൻ ചെയ്യും. ലെറ്റ് ആൽഫ ഈസ് ദ ഫൈൻ സ്ട്രക്ചർ കോഎഫിഷ്യന്റ്. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ളത് അങ്ങ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടം വരെ എഴുതി എങ്കിലും നിർത്തണം. സോ ലെറ്റ് ആൽഫ ഈസ് ദ ഫൈൻ സ്ട്രക്ചർ കോഎഫിഷ്യന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ആൽഫ ഇ എസ് ഒ ഈസ് ഈക്വൽ ടു z raised to 4 alpha square
capital R divided by n cube into remaining term, j into j plus 1 minus L into L plus 1 minus S into S plus 1 divided by L into L plus 1 into L plus 2. അതായത് ഇവിടെ എനർജി ഷിഫ്റ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് എം സി സ്ക്വയർ എഴുതി. ഇപ്പൊ എം സി സ്ക്വയറിന് പകരം നമ്മൾ ഇസഡ് റൈസ് ടു 4 ആൽഫ സ്ക്വയർ, ഒരു ആൽഫ സ്ക്വയർ എം സി സ്ക്വയറിന് പകരം ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കും. ബിക്കോസ് നമ്മളിവിടെ ആറിന് റിഡ്ബർഗ് കോൺസ്റ്റന്റിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ ഒരു ഫൈനൽ ഇക്വേഷനും കൂടെ എഴുതാൻ പറ്റുന്നെങ്കിൽ നല്ലതായിരിക്കും. ഇസഡ് റൈസ് ടു 4 ആൽഫ സ്ക്വയർ capital R Rydberg constant, where alpha is a structure constant, fine structure constant, and R is the Rydberg constant, Rydberg's constant. So we can write these values like this, and the rest energy of the electron, due to the spin orbit interaction, ESO is equal to Z raised to 4 alpha square capital R by n cube into j into j plus 1 minus L into L plus 1 minus S into S plus 1 divided by L into L plus 1 into 2L plus 1. ഇനി ഇപ്പൊ നമുക്കറിയാം ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ് അല്ലേ. ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ആണെങ്കിൽ, എൽ പ്ലസ് എസ് ആണെങ്കിൽ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് ആകുമ്പം ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 1/2 ഉണ്ട്, ജെ ഈസ് ഈക്വൽ ടു എൽ മൈനസ് 1/2 ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഡബ്ലറ്റ് ഫോം ചെയ്യും. അങ്ങനെയെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 1/2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കൊരു ഹയർ ലെവൽ ഓഫ് എനർജിയുടെ ഒരു വാല്യൂ കിട്ടും. അതുപോലെ ജെ ഈസ് ഈക്വൽ ടു എൽ മൈനസ് 1/2 കൊടുക്കുമ്പോൾ ലോവർ എനർജിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ദ ചേഞ്ച് ഇൻ എനർജി, ദാറ്റ് ഈസ് എ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദിസ് റൈറ്റ് ഫോർ ദിസ് എസ്സേ. ഡെൽറ്റ ഇ, ദ ഫൈനൽ ചേഞ്ച് ഇൻ ദ എനർജി ഡ്യൂ ടു ദ ഡീജനറസി സ്റ്റേറ്റ്, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു Z raised to 4 alpha square capital R divided by n cube into 2L plus 1 divided by L into L plus 1 into 2L plus 1. ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ജെയ്ക്ക് എൽ പ്ലസ് 1/2 കൊടുത്ത് സോൾവ് ചെയ്യണം, പിന്നെ ജെയ്ക്ക് എൽ മൈനസ് 1/2 കൊടുത്ത് സോൾവ് ചെയ്യണം, എന്നിട്ട് അവ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. ദെൻ ഫൈനൽ ഇക്വേഷൻ മോളോട് എഴുതാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു Z raised to 4 alpha square capital R divided by n cube L into L plus 1. ഈ ഇക്വേഷൻ, ഈ ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് ഫൈനലി ഈ ഇക്വേഷൻ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ ഡബ്ലറ്റ് due to the interaction of L and S in J, then J is equal to L plus 1/2 and J is equal to L minus 1. Then there is a difference or change in energy between the degeneracy, and the change in energy delta E, the value of that delta E is equal to Z raised to 4 alpha square capital R divided by n cube into L into L plus 1, where alpha is a structure constant and R is the Rydberg constant.